ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെയും പോലെ തന്നെ ഇന്നും ഒരു ഡിസ്ക്ലെയറോടുകൂടി തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള വീഡിയോ ആണ്, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിലൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ മറ്റോ ഒന്നും തന്നെ ഇല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയുടെ 2025 ജൂൺ മാസത്തിലെ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ റേറ്റ് 2.1% കുറഞ്ഞിരിക്കുന്നു. അത് എന്ന് പറയുന്നത് 6 വർഷത്തിന് മുൻപുള്ള ഒരു നിലയിലേക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എത്തിയിരിക്കുന്നത്. അത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ നിലയ്ക്കും രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനും മറ്റും ഊന്നൽ നൽകുന്നത് ഇൻഫ്ലേഷൻ താഴ്ന്നിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക, എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന ഒരു സംഗതിയാണ് ഇൻഫ്ലേഷൻ എന്നാൽ എന്താണെന്ന്. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം അല്ലെങ്കിൽ സാധനങ്ങളുടെ പ്രൈസ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും, ലോകത്തിലെ മിക്ക രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് നേരിടുന്നതിന് വേണ്ടി ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് നടപടി സ്വീകരിക്കുകയും അത് കുറച്ചു കൊണ്ടുവരാനുള്ള പല നയങ്ങളും അവർ ആവിഷ്കരിക്കുന്നു. ഇവിടെ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു പോകുന്നു. അതായത് ഒരു സാധനത്തിന് 10 രൂപ ഉണ്ടായിരുന്ന വില അത് 15 രൂപയായി കഴിഞ്ഞാൽ 5 രൂപ അയാൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് 5 രൂപയ്ക്ക് അയാൾക്ക് പർച്ചേസിംഗ് പവർ കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ 5 രൂപ എന്ന് പറയുന്നത് അയാളുടെ സമ്പാദ്യത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ നീക്കിവെക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പൈസ, അത് നമ്മൾ സാധനങ്ങൾ മാത്രം മേടിക്കാനായിട്ട് മാറ്റിവെക്കേണ്ടി വരുന്നു. അങ്ങനെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രൈസ് കൂടി, ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റുകൾ, ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്, ഭാരതത്തിൻ്റെ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതിൻ്റെ ഇൻഫ്ലേഷൻ കൂടിയപ്പോൾ അത് അതിൻ്റെ പലിശ നിരക്ക് കൂട്ടി വന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് പലിശ നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പലിശ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നു. കാരണം പലിശ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും അല്ലെങ്കിൽ കോർപ്പറേറ്റുകളും ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള ആ തിരിച്ചടവ്, അതിൻ്റെ സംഖ്യ കൂടി വരികയും അത് ഓരോ വ്യക്തിയും കോർപ്പറേറ്റുകൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും വലിയൊരു ബാധ്യതയാകുകയും അവരുടെ പ്രവർത്തനത്തിൽ, അവരുടെ ലാഭത്തിൽ വൻ ഇടിവുണ്ടാവുകയും അത് സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാലുണ്ട് ഈ നടപടിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ സ്തംഭനാവസ്ഥ, അതായത് സാമ്പത്തിക വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഈ പ്രവണത മാറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ഒരു ഉപാധിയാണ് പലിശ നിരക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ പലിശ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ,
ജനങ്ങൾക്ക് അവർക്ക് സമ്പാദ്യത്തിൽ കുറവുണ്ടാകുകയും അങ്ങനെ ബാങ്കുകളിൽ നിക്ഷേപം കുറയുകയും ബാങ്കുകളിൽ തന്നെ പല ബിസിനസ് സ്ഥാപനങ്ങളും വായ്പ എടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. പലിശ നിരക്ക് കൂടിക്കഴിഞ്ഞാൽ വായ്പ എടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് പല സംരംഭങ്ങളും അവർ നിർത്തിവെക്കേണ്ടി വരികയും അത് നമുക്ക് വളരെ അധികം തൊഴിൽ നഷ്ടത്തിന് കാരണമാകുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള രാജ്യത്തിൻ്റെ സാമ്പത്തികമായ വളർച്ച മുന്നോട്ട് പോകുന്നതിന് ഈ ഇൻഫ്ലേഷൻ തടസ്സം നിൽക്കുകയും അത് കുറയ്ക്കാനുള്ള നടപടികൾ ഓരോ സെൻട്രൽ ഗവൺമെൻറ്റും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സ്വീകരിക്കുകയും ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന പല പ്രവർത്തനങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പലിശ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ജനങ്ങളുടെ കയ്യിൽ പണം എത്താതിരിക്കുന്നതിനുള്ള നടപടിയാണ്. പണം എത്താതിരിക്കുന്നു കഴിഞ്ഞാൽ അവർ സാധനങ്ങൾ മേടിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും അങ്ങനെ സ്വമേധയാ പലിശ നിരക്കില സാധനങ്ങളുടെ വില കുറയുകയും രാജ്യത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അവസ്ഥ കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും സ്റ്റോക്ക് മാർക്കറ്റിൽ അവിടെ ചിലപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരാൻ സാധ്യത ഇത് കാരണം ഉണ്ടാകുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ മാസവും പ്രസിദ്ധീകരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്ന ഇൻഫ്ലേഷൻ ഡാറ്റ നോക്കി വേണം നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാൻ. ഇൻഫ്ലേഷൻ കൂടി കഴിഞ്ഞാൽ നിങ്ങൾ നിക്ഷേപങ്ങൾ ശ്രദ്ധിക്കണമെന്നും അത് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഇൻഫ്ലേഷൻ ഡാറ്റ. അങ്ങനെ ഇൻഫ്ലേഷൻ ഡാറ്റ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ നിക്ഷേപം നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.